വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് കൊള്ളി മുട്ടയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കൊള്ളി ഇവിടെ വെപ്പിച്ചെടുത്തിട്ടുണ്ട്. കൊള്ളി അതായത് നമ്മൾ ശേഷം നമ്മുടെ ഉള്ളി ഒരെണ്ണത്തിന് പകുതി നമ്മൾ എടുത്തിട്ടുള്ളൂ. അത് നന്നായിട്ട് കരിയുക. പിന്നെ നമ്മൾ പച്ചമുളക് ഒരു 2 എണ്ണമൊക്കെ എടുക്കാം, ആവശ്യത്തിന് എടുക്കാം. ഇടി കൊച്ചിടർക്കൊക്കെ ഇഷ്ടമുള്ള പോലെയാണല്ലോ. അപ്പോൾ കൂടുതൽ എണ്ണമുള്ളവർ കൂടുതൽ പച്ചമുളകും, കുറവ് എണ്ണുള്ളവർ കുറവ് പച്ചമുളകും കൊടുക്കുക. അതിന് പിന്നെ ഇവിടെ നമ്മൾ 4 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉള്ളി അരിഞ്ഞത് ഒരു എണ്ണ ഗ്യാസ് ചൂടാക്കിയിട്ട് ചീനിച്ചേഞ്ച് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ വയ്ക്കുക. ആ എണ്ണ ചൂടാക്കിയിട്ട് നമ്മുടെ ഉള്ളി, പിന്നെ നമ്മൾ വീട്ടിലുണ്ടായ കറിവേപ്പിലുണ്ടായിരുന്നു, അത് നമ്മൾ കുറച്ചിട്ടു. പിന്നെ നമ്മൾ അരിഞ്ഞ പച്ചമുളകും നമ്മൾ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കൊള്ളി ഏകദേശം ചൂടാറിയിട്ട് സെറ്റായിട്ടുണ്ട്. നമ്മൾ ഇവിടെ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ നമ്മുടെ സംഭവം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുട്ട 4 മുട്ടയും നമ്മൾ നന്നായി പൊട്ടിച്ചിടുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ മെമ്പേഴ്സ് അനുസരിച്ചാണ് നമ്മൾ ഓരോരുത്തർ കഴിക്കണ അനുസരിച്ചാണ് മുട്ടയൊക്കെ ഇടുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലിപ്പോൾ 7 ആൾക്കാരാണ് ഉള്ളത്, കുറച്ച് ആൾക്കാർ കഴിക്കണോ. സോ നമ്മൾ 4 മുട്ടയാണ് എടുക്കുന്നത്. നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ ഏകദേശം നമ്മുടെ മുട്ട വീണ്ടും സാധാരണ മുട്ടയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച് കൊള്ളി ഇടുക. കൊള്ളി ഇട്ടിട്ട് പിന്നെ പ്രത്യേകിച്ച് വേണമെങ്കിൽ നന്നായിട്ട് ഇളക്കുക. പിന്നെ കൊള്ളി ജസ്റ്റ് ഒന്ന് ഇടിച്ചോളാം, ചട്ടൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് ഇടിച്ച് കഴിഞ്ഞാൽ അത് ഒരു പ്രത്യേക ടേസ്റ്റാണ് വരിക. അങ്ങനത്തെ കൊള്ളിയും മുട്ടയും എനിക്ക് കൂടുതൽ ഇഷ്ടം. അങ്ങനെ ചതച്ചിട്ട് നമ്മൾ സെറ്റാക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ കൊള്ളി മുട്ട നമ്മൾ 2ാമത്തെ പ്രാവശ്യമാണ് ട്രൈ ചെയ്യണത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഏകദേശം നമ്മുടെ കൊള്ളിമുട്ടിയുടെ അവസാനത്തെ ലുക്ക് എത്തി. ഇതാണ് നമ്മുടെ അവസാനത്തെ ലുക്ക്. കഴിച്ചിട്ടുള്ളത് ഇഷ്ടപ്പെട്ടു. ബായ്.